ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റിൽ ഒരു പ്രശ്നമുണ്ടായല്ലോ. ഭരണഘടനയെക്കുറിച്ചൊരു ചർച്ച നടന്നു. പാർലമെൻറ്റ് ചർച്ച ചെയ്തതാണ്. ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യാനിടയായ കാര്യം എന്താ? ഭരണഘടന തന്നെ ഏറ്റവും അധികം വെല്ലുവിളിക്കപ്പെടുകയാണ്. ഇക്കൂട്ടർ സംഘപരിവാറുകാർ ഭരണഘടനയെ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഏതായാലും പാർലമെൻറ്റ് ചർച്ച ചെയ്യാൻ അവസരമുണ്ടായി. എന്താ അവിടെ നമ്മൾ കണ്ടത്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനിയായി എല്ലാവരും കണക്കാക്കുന്ന അംബേദ്കറെ കഠിനമായ രീതിയിൽ ആക്ഷേപിക്കുന്നു. എത്ര ക്രൂരമായ അപഹസിക്കൽ! എന്താണ് അതിന് കാരണം? ഒരു കാരണം ഇത് തന്നെ. ഇത് മാത്രമല്ല കാരണം. ഇത്തരം ഒരു ഭരണഘടന രൂപം കൊടുക്കുന്നതിന് നേതൃത്വം കൊടുത്തയാൾ അത് സംഘപരിവാറിന് സഹിക്കാനാവുന്നില്ല. നമ്മുടെ ഭരണഘടന രൂപം കൊണ്ട് അത് അംഗീകരിച്ച് ഒട്ടും താമസിയാതെ RSSന്റെ എതിർപ്പ് അതിനെതിരെ ഉയർന്നു വന്നു. ഭരണഘടനയെ തള്ളിപ്പറഞ്ഞു. എന്താ തള്ളിപ്പറയാൻ കാരണം? മനുസ്മൃതിയെ അംഗീകരിച്ചില്ല. രാജ്യത്ത് നടപ്പാക്കേണ്ടത് മനുസ്മൃതിയാണ്. ഇതാണ് RSS സ്വീകരിച്ച നിലപാട്. പിന്നീടല്ല, ഭരണഘടന അംഗീകരിക്കപ്പെട്ട നാൾ മുതൽ അവർ സ്വീകരിക്കുന്ന നിലപാടാണിത്. പിന്നീട് ശക്തിപ്പെട്ടു വന്നിട്ടേ ഉള്ളൂ. നമ്മുടെ ഭരണഘടന ദേശീയ പ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വന്ന ഉന്നതമായ മൂല്യങ്ങളെ സ്വാംശീകരിച്ച ഭരണഘടനയാണ്. അതിനോടൊന്നും RSSനും സംഘപരിവാറിനും യോജിപ്പില്ല. അവർക്ക് വേണ്ടത് ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയല്ല, നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി അതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ അനുശാസിക്കുന്ന മനുവിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ നടപ്പാക്കേണ്ടത്. അതുവെച്ച് ആ ഭരണഘടനയെ ഈ രീതിയിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് നേതൃത്വം കൊടുത്ത അംബേദ്കറോട് പൊരുത്തപ്പെടാൻ അവർക്ക് കഴിയുന്നില്ല. ഇതൊരു ഭാഗം. ആരാണ് അംബേദ്കർ? നമുക്കെല്ലാവർക്കും അറിയാം, രാജ്യത്തിനറിയാം. പക്ഷേ നാം കാണുന്ന മഹാനായ അംബേദ്കറെയല്ല സംഘപരിവാർ കാണുന്നത്. സംഘപരിവാറിൻ്റെ കണ്ണ് ഒരു പ്രത്യേക രീതിയിലേ പതിക്കൂ. എന്താ? അദ്ദേഹം സാധാരണഗതിയിൽ സംഘപരിവാറിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളല്ല. എന്താ കാര്യം? ചാതുർവർണ്ണ്യ വ്യവസ്ഥ. ചാതുർവർണ്ണ്യ വ്യവസ്ഥയനുസരിച്ച്
മനുഷ്യരെ ചാതുർവർണ്ണയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 4 വർണ്ണങ്ങൾ. അതിൽ പട്ടികജാതി പട്ടികവർഗം ഇല്ല കേട്ടോ. അപ്പം അവരെവിടെയാ? അവർ മനുഷ്യകുലത്തിലല്ല എന്നർത്ഥം ഈ ചാതുർവർണ്ണ വ്യവസ്ഥയനുസരിച്ച്. മനുഷ്യരായിട്ട് കണക്കാക്കുന്നില്ല. ഇതാണ് ചാതുർവർണ്ണ വ്യവസ്ഥ തലക്ക് പിടിച്ചവരുടെ മനോഭാവം. മഹാനായ അംബേദ്കർ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ അസംബ്ലിയിൽ ഭരണഘടനാ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതിനോട് സഹിഷ്ണുത കാണിക്കാൻ, അതുമായി പൊരുത്തപ്പെടാൻ സംഘപരിവാർ മനസ്സിലാകുന്നില്ല. അതാണ് അമിത്ഷായുടെ വാക്കുകളിൽ കാണാൻ കഴിഞ്ഞത്.